ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ CI ആ ഒരു സത്യം ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും അറിയിക്കുകയാണ്. അവരുടെ വീട്ടിലേക്ക് എത്തുന്ന CI ഈ ഗംഗപ്രസാദ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന ആ ഒരു ദൃശ്യം പെൻഡ്രൈവ് കൊടുക്കുകയും അത് TV യിൽ കണക്ട് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് ആ ദൃശ്യം അവരെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവൻ അവിടെ എത്തിയായിരുന്നു, എന്നിട്ട് പിന്നെ അവൻ എവിടേക്ക് പോയി, അവനെ പിന്നെ ആരും കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ CI ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അന്വേഷണം ഞാൻ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ എന്തായാലും ഇവനെ ആ കൊലയാളിയെ ഞാൻ എന്തായാലും കണ്ടെത്തും, അത് ഉറപ്പാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എന്തായാലും അവന്റെ തിരോധാനം എങ്ങനെയാണ്, അത് ആരാണ് അതിന്റെ പുറകിലെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ CI അവിടെ നിന്നും പോകുന്ന സമയത്ത് ലക്ഷ്മി അമ്മയും കാർത്തികയും പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തുടങ്ങി കിരണിന്റെ മുഖത്തൊക്കെ വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അവർ നമ്മളിൽ നിന്ന് മറച്ച് പിടിക്കുന്നത് പോലെ തോന്നിയായിരുന്നു അമ്മയെന്ന് പറയുമ്പോൾ അത് ശരിയാണ് മോള് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കേണ്ടതല്ലേ, എന്നിട്ട് എന്തേ അറിയിക്കാഞ്ഞത് എന്നും പറഞ്ഞിട്ട് കല്യാണിയെ വിളിക്കുകയാണ് നമ്മുടെ കാർത്തിക. അങ്ങനെ കല്യാണി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട്, ഇത്തിരി ഗൗരവത്തിൽ തന്നെയാണ് കാർത്തിക സംസാരിക്കുന്നത്, എത്രയും വേഗം തന്നെ നീ കിരണിനെയും കൊണ്ട് ഇവിടേക്ക് വരണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് കിരണേട്ടൻ ഇവിടെ ഇല്ല, വന്നിട്ട് വരാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ആവണം, ഞങ്ങൾക്കൊരു കാര്യം അറിയാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണ്. അപ്പം അത് കേൾക്കുന്ന കല്യാണി ആകെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എന്തായിരിക്കും കല്യാണിക്ക് മാത്രമേ അറിയുള്ളൂ, കല്യാണിക്കും വേലുവിനും അതുപോലെ രതീഷിനും കിരണും മാത്രമേ സത്യങ്ങൾ അറിയുകയുള്ളൂ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കിരൺ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ടെൻഷൻ അടിച്ച് വേഗം തന്നെ കല്യാണി കിരണോട് പറയുകയാണ്, കാർത്തികേച്ചി വിളിച്ചായിരുന്നു, ഇത്തിരി ഗൗരവത്തിലാണ് സംസാരിച്ചത്, നമ്മൾ ഉടനെ തന്നെ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്, നമ്മളെ കാണണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചില്ലേ എന്ന് കിരൺ ചോദിക്കുമ്പോൾ അറിയില്ല, എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ ഗംഗയെക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ അവരങ്ങനെ സംശയിക്കുകയാണ്. എന്തായാലും പോകാമെന്നും പറഞ്ഞിട്ട് കല്യാണിയും കിരണും രണ്ടുപേരും ചേർന്ന് ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന വാ ഇരിക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക ചോദിക്കുന്നുണ്ട്, അതെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ഗംഗപ്രസാദ് വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന കിരൺ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവിടേക്ക് CI വന്നായിരുന്നു, CI ഞങ്ങളോട് പറഞ്ഞു ഇവിടേക്ക് വന്ന ഉടനെ ഒരു പെൻഡ്രൈവ് ആണ് തന്നത്, അത് TV യിൽ കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തന്നു, അവൻ ആ ഓഡിറ്റോറിയത്തിൽ എത്തുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞെട്ടിപ്പോവുകയാണ് ഈ കല്യാണിയും. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവനെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കണ്ട് എന്താണ് സംഭവിച്ചത്, കാര്യം പറയുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവളിങ്ങനെ കാർത്തികയും ലക്ഷ്മി അമ്മയും അവർക്ക് ചുറ്റും നിന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും കല്യാണി കിരണിൻ്റെയും കിരൺ കല്യാണിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. രണ്ടുപേരുടെ മുഖത്ത് വെപ്രാളം കാണുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നുമില്ലാതെയാണോ CI നിങ്ങൾക്ക് പുറകെ കൂടി തന്നെ വരുന്നത്? കിരൺ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, അവനെ കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു കാരണവശാലും അവൻ്റെ കൊലപാതകയായിട്ട് ഒരിക്കലും ജയിലിൽ കിരണിനെ ഞങ്ങൾ പറഞ്ഞയക്കില്ല, ഞാൻ ഏറ്റെടുക്കും കുറ്റമെന്ന് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല ലക്ഷ്മി അമ്മേ, അത് ഒന്നുമില്ല, അയാൾക്ക് എന്തോ എന്നെ സംശയമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ എന്നെ പറഞ്ഞ് ഒരു വിധത്തിൽ അവിടെ നിന്നും തടി രക്ഷപ്പെട്ട് അവർ അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ സരയുവിനെ രാഹുൽ കണ്ടിട്ട് എന്തായാലും കല്യാണിയെ ഞാൻ ഇല്ലാതാക്കും, പിന്നെ മോള് ഈ കല്യാണിയോട് സ്നേഹം കാണിക്കണം, അവളോട് അകൽച്ച കാണിക്കരുത്, എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മോളെ ആരും സംശയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തായാലും രൂപയൊക്കെ കാണാൻ ശ്രമിക്കും, അവരോട് എനിക്ക് ദേഷ്യമില്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ കള്ളസ്നേഹമൊക്കെ അഭിനയിച്ചുകൊണ്ട് നാടകമൊക്കെ കാണിച്ചുകൊണ്ട് നേരെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, രൂപയുടെയും ചന്ദ്രസേനയുടെയും വീട്ടിലേക്ക്. അങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, കടക്കടപ്പുറത്ത് നിനക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടിയെ കാണാൻ വന്നതാണ്, കൊച്ചുമോളെ കാണാൻ വന്നതാണ്. നിന്റെ കൊച്ചുമോളോ? നിനക്ക് അങ്ങനെ ഒരു കൊച്ചുമോളുണ്ടാ? നീയല്ലേ മനോഹറിൻ്റെ കുഞ്ഞാണിത്, നിനക്ക് എങ്ങനെ മനോഹറിൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രസേന. നിനക്ക് ഒരു അവകാശവുമില്ല ഈ കുഞ്ഞിനെ, മനോഹറിനായാലും നിനക്കായാലും ഈ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല, അതുകൊണ്ട് നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്കി, ഇല്ലെങ്കിൽ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസേന അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എന്തായാലും കുഞ്ഞാണെങ്കിൽ നമ്മുടെ ശാരിയുടെ കയ്യിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ എന്തായാലും രാഹുൽ കാണുന്നുണ്ട്, കുഞ്ഞിനെ കാണാനൊന്നല്ല വന്നത്,
ഇവരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ, അതുപോലെ കൂടെ നിന്നുകൊണ്ട് ചതിക്കാൻ, കല്യാണിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ താനാണ് അതിൻ്റെ പുറകിലെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മുടെ രാഹുൽ വിചാരിച്ച പോലെ ആകുന്നില്ല. രൂപയാണെങ്കിൽ കലിതുള്ളി അകത്തേക്ക് പോവുകയാണ്. വെട്ടി തളച്ച വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം എടുത്തിട്ട് രാഹുലിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം രാഹുൽ മുഖം ഒന്നങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ സൈഡ് തിരിഞ്ഞ് നിൽക്കുകയാണ്. ആ കൈയുടെ ഭാഗത്ത് ഫുള്ള് വീഴുന്നുണ്ട്. കൈയൊക്കെ ആകെ പൊള്ളിയിട്ട് അങ്ങനെ രാഹുൽ അങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങിപ്പോടോ, അവൻ പിന്നെയും വന്നിരിക്കണേ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട്. നിന്റെ ഭാര്യ എവിടെ? ഞങ്ങൾ താമസിപ്പിക്കുന്നുണ്ട്, എൻ്റെ മകളെ സംരക്ഷിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുമകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി ഈ ഗുണ്ടയായ നീ ഇവിടേക്ക് വരണ്ട. ആ സരയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്, ശാരിയുടേതായാലും. ഇനി നീ ഇവരുടെ കൂടെ കൂട്ടി അവരുടെ സ്വഭാവത്തിലൊന്നും മാറ്റങ്ങൾ വരുത്തണ്ട, നിന്റെ പാട് നോക്കി പോടാ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുകയാണ് എന്തായാലും നമ്മുടെ രൂപ രാഹുലിന്. അങ്ങനെ രാഹുൽ ഒന്നും മിണ്ടാനാകാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്, തലകുമ്പിട്ട് പോവുകയാണ്. എന്തായാലും ഇതൊക്കെ കാണുന്ന ശാരിക്ക് എന്തായാലും ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും അവളും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ചെയ്തത്, നന്നായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ശാരിയും അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു ദേഷ്യം കൂടി നമ്മുടെ രാഹുലിൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. തൻ്റെ ദേഹത്തേക്ക് ചൂടുവെള്ളം എറിഞ്ഞ ഒരു ദേഷ്യം കൂടി കിടക്കുന്നുണ്ട്. എന്തായാലും സരയുനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ എൻ്റെ ആ ഒരു കർത്തവ്യം ഞാൻ നിറവേറ്റും, അത് ഉറപ്പാണ്. ആ കല്യാണിയാണ് അവരുടെയൊക്കെ അഹങ്കാരം, അവളില്ലാതായി കഴിഞ്ഞാൽ മോൾക്കൊരു ജീവിതം ഉണ്ടാകും, അത് ഞാൻ എന്തായാലും നടപ്പിലാക്കുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് രാഹുൽ നമ്മുടെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി പോകുന്നതും, അതുപോലെ തന്നെ കല്യാണിയെ കൊല്ലാനൊന്നും പറ്റാതെ അവൻ വീണ്ടും ജയിലിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന CI, അതായത് പോലീസ്, CI മാർട്ടിൻ അയാളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോയി അവസാനം ആ വലിയൊരു തെളിവ് അവന് കിട്ടുകയാണ്. അതായത് അവിടെ കിടക്കുന്ന ഇരുമ്പ് വടി അതിലെ ആ ഒരു ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണ സമയത്ത് ആ ഒരു സമയത്ത് മനോഹർ പരോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും CIക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം എന്തായാലും CI മനോഹറിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി CI ഉടനെ തന്നെ ഈ ഒരു പ്രതി അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും കിരണും വേലും, കിരണിനെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കിരണിന്റെ മേൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വേലു ഏറ്റെടുക്കാൻ, അതുപോലെ രതീഷ് ആയാലും എന്തിനു നമ്മുടെ ലക്ഷ്മി അമ്മയെ ഏറ്റെടുക്കാൻ വരാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും അറിയിക്കുന്നുണ്ട് കല്യാണി. ഒടുവിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിപതറുന്ന അവർ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അത് കേൾക്കുന്ന ലക്ഷ്മി അമ്മ പറയുന്ന ഒരു കാരണവശാലും കിരണിന് പിടികൊടുക്കരുത്, ഞാൻ ഏറ്റെടുക്കാം ആ തെറ്റ്, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി, ഇനിയിപ്പോൾ എൻ്റെ മോൾക്ക് ആരെയും പേടിക്കാനില്ല. അപ്പോൾ ഈ കിരൺ ആണ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ കാമുകിയായിട്ടുള്ള സ്റ്റെഫി പുറത്തുണ്ട്. സ്റ്റെഫി ഒരിക്കലും ഇതൊന്നും ക്ഷമിക്കില്ല, കിരണിനെ അവൾ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് വേണ്ട, അങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ കൊലയാളിയെ അറിയുന്ന അവരെന്തായാലും കിരൺ അല്ല എന്ന് മനസ്സിലാക്കുകയും ആ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കൊലയാളി പുറത്തേക്ക് CI കൊണ്ടുവരികയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.